കലിപ്പൻ കാശിനാഥനും ജാൻസി റാണിയും. അവസാന ഭാഗം. രചന അമ്മു തീർത്ത. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഭയന്ന് കുറച്ച പ്രഭാവതി അപ്പച്ചി പതുക്കെ ഇടപെട്ടു. ഏട്ടാ, അവളൊരു കുട്ടിയല്ലേ, അറിയാതെ പറ്റിപ്പോയതാവാം. കുട്ടിയോ? ആ പരിഹാസച്ചിരി അമ്മുവിന്റെ നെഞ്ചിൽ തറച്ചു. മംഗലത്ത് തറവാട്ടിലെ ആണുങ്ങളെ വിരൽ തുമ്പിൽ നിർത്താൻ നോക്കിയ അഹങ്കാരിയായി ഇവള്. രവീന്ദ്രൻ തന്റെ മകളെ ശരിക്കും പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് എങ്ങനെ ഒരു കുടുംബത്തിന്റെ സമാധാനം കെടുത്തണമെന്ന്. അദ്ദേഹം തന്റെ വിരലുകൾ അവൾക്ക് നേരെ ചൂണ്ടി ശാപവാക്കൾ പോലെ തുടർന്നു. നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം കിട്ടിയത് എന്റെ മകന്റെ ഔദാര്യം കൊണ്ടല്ല, അവന്റെ ഗതികേട് കൊണ്ടാ. പക്ഷെ ഓർത്തോ, ഈ പടിവാതിനുള്ളിൽ നീ അനുഭവിക്കാൻ പോകുന്ന നരകത്തിന് ഞാൻ സാക്ഷിയായിരിക്കും. മേലെടുത്ത രവിയുടെ മകൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അച്ഛാ, പറയുന്ന കുറച്ച് കൂടിപ്പോയില്ലേ? നമ്മുടെ കാശിയുടെ ഭാര്യയില്ലേ ഇവള്? കൈലാസ് തടയാൻ ശ്രമിച്ചെങ്കിൽ അദ്ദേഹം വഴങ്ങിയില്ല. കൂടിപ്പോയത് ഇവള് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കാ. എന്റെ മകന്റെ ഭാര്യ അത് ശ്വേത മാത്രമാ, അല്ലാതെ വലിഞ്ഞു കയറി വന്ന ഇവൾ ഒരിക്കലും എന്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കില്ല. അന്ത്യശാസനം പോലെ അദ്ദേഹം അലറി. പോ, മുകളിലേക്ക് പോ, നിന്നെ കാത്ത് അവിടെ ഒരു കാലനിരിപ്പുണ്ട്. തന്റെ മുറിയിലേക്ക് രോഷത്തോടെ നടന്നു നീങ്ങുന്ന അദ്ദേഹത്തെ നോക്കി നിൽക്കാനേ അവൾക്കായുള്ളൂ. അപമാനഭാരത്താൽ അമ്മുവിന്റെ തലതാഴ്ന്നു പോയി. അവളുടെ കണ്ണുകളിൽ നടന്നു വീണ കണ്ണുനീർ തുള്ളികൾ ആ പട്ടുസാരിയിൽ പടർന്നു പിടിക്കുമ്പോൾ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള ഭയം ആ പെൺകുട്ടിയെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു. മോളെ, നീ അദ്ദേഹം പറയുന്നൊന്നും കാര്യാക്കണ്ട. അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. കരയില്ലേ മോളെ, പതുക്കെ എല്ലാം മാറും. അപ്പച്ചിയുടെ വിറക്കുന്ന കൈകൾ അമ്മുവിന്റെ കവിളിലെ ഈർപ്പ ഒപ്പിയെടുത്തു. പക്ഷെ ആ വാക്കുകൾക്ക് അവളുടെ ഉള്ളിലെ തീ കെടുത്താൻ ശേഷിയുണ്ടായിരുന്നില്ല. അപമാനത്തിന്റെ കനലുകൾ അവളുടെ നെഞ്ചിൽ അപ്പോഴും നീറിക്കൊണ്ടിരുന്നു. ശ്വേത, മോളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചടങ്ങുകൾ തെറ്റിക്കണ്ട. മോൾ ഡ്രസ്സൊക്കെ മാറിവായോ, അപ്പച്ചി പാലെടുത്ത് വെക്കാം. പാരമ്പര്യത്തിന്റെയും ആചാരങ്ങളുടെയും ഭാരം പേറുന്ന ആ വാക്കുകൾ കേട്ട് ഒരു യന്ത്രം കണക്കി അമ്മു എഴുന്നേറ്റു. വാമു, സാരമില്ല. ശ്വേത അവളെ ചേർത്ത് പിടിച്ചു. താഴെയുള്ള ചെറിയ മുറിയിലേക്ക് നടക്കുമ്പോൾ തന്റെ ഓരോ ചുവടും പാതാളത്തിലേക്കാണെന്ന് അവൾക്ക് തോന്നി. പട്ടുസാരിയുടെ തിളക്കത്തിനും ആഭരണങ്ങളുടെ കിലുക്കത്തിനും ഇടയിൽ ശ്വാസം മുട്ടുന്ന ഒരു പെൺകുട്ടി മാത്രമായി അവൾ മാറി. മൂകമായ ആഘോഷങ്ങൾ. മുകളിൽ കാശിയുടെ മുറിയിൽ ഇരുട്ടറ പോലെ നിശബ്ദമായിരുന്നു. വിളമ്പി വെച്ച ഭക്ഷണത്തിന് മുന്നിൽ ആരും ഇരുന്നില്ല. കാശി അവന്റെ അച്ഛനും താഴേക്ക് വന്നതേയില്ല. ആരും വിളിക്കാൻ പോവാതിരിക്കാൻ മാത്രം ഭയത്തിന്റെ ഒരു മതിൽ ആ വീടിനുള്ളിൽ ഉയർന്നിരുന്നു. വിശപ്പും ദാവും മറന്ന് ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിറങ്ങാൻ പ്രയാസപ്പെട്ട അമ്മു ഇരുന്നു. അപ്പച്ചി നീട്ടിയ ആ പാൽ ഗ്ലാസ്സിലെ വെണ്മയ്ക്ക് പോലും ഇന്ന് കണ്ണുനീരിന്റെ ഉപ്പുരസമായിരുന്നു. ബന്ധുക്കൾ ഓരോരുത്തരായി വന്ന് നിർബന്ധപൂർവ്വം മുഖത്തൊട്ടിച്ചു വെച്ച പുഞ്ചിരിയോടെ അമ്മു അവർ അഭിവാദ്യം ചെയ്തു. ഇതാ കാശിയുടെ ഭാര്യ. അപ്പച്ചിയുടെ ആമുഖങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിൽ പരിഹാസത്തിന്റെ ഒരു കടലിരമ്പുകയായിരുന്നു. ഓരോ പരിചയപ്പെടുത്തലുകളും അവളുടെ ഏകാന്തതയെ ഒന്നുകൂടി ഉറപ്പിച്ചു. വിധിയിലേക്കുള്ള ചുവടുകൾ. രാത്രിയുടെ നിശബ്ദത ആ വീടിനെ വിഴുങ്ങി. എല്ലാവരും അവരവരുടെ ലോകങ്ങളിലേക്ക് പിൻവാങ്ങി. ഇനി കാത്തിരിക്കുന്നത് അനിവാര്യമായ ആ നിമിഷമാണ്. ചെല്ലുമോളെ, കാശി മുറിയിലുണ്ട്. അപ്പച്ചിയുടെ മന്ത്രണം ഒരു മരണവിധി പോലെ അവൾ കേട്ടു. പടികൾ ഓരോന്നായി കയറുമ്പോൾ അമ്മുവിന്റെ ശ്വാസം നിൽക്കുന്ന പോലെ തോന്നി. മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ മുറി പൂക്കളുടെ ഗന്ധത്തേക്കാൾ കൂടുതൽ ഭയമാണ് പടർത്തിയത്. ഒരാതിരാത്രിയുടെ എല്ലാ ഒരുക്കങ്ങളും അവിടെയുണ്ട്. പക്ഷേ പ്രണയത്തിനു പകരം അവിടെ തങ്ങി നിന്ന് മരവിപ്പിക്കുന്ന അവഗണനയായിരുന്നു. വിറക്കുന്ന വിരലുകളാൽ അവൾ ആ വാതിൽ തള്ളി തുറന്നു. അകത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്ന കാശിയുടെ രൂപം കണ്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് നിലച്ചു. സന്തോഷത്തിന്റെ കവാടമാകേണ്ട ആ മുറി തന്റെ സ്വപ്നങ്ങളുടെ പരിക്കല്ലായി മാറുന്നത് അവൾ അറിഞ്ഞു. താൻ ആഗ്രഹിച്ച ജീവിതം മരവിച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിശബ്ദതയിലേക്ക് അവൾ വിറയിലോടെ കാലെടുത്തു വെച്ചു. കയറിയപ്പോൾ തന്നെ കനത്ത സിഗരറ്റ് പുകയുടെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ജനാലക്കൽ പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അവൻ. 6 അടി പൊക്കമുള്ള ആ കരുത്തുറ്റ ശരീരം ഒരു കരിമ്പാറ പോലെ നിശ്ചലമായിരുന്നു. അവൾ പതുക്കെ വാതിലടച്ച ശബ്ദം കേട്ടിട്ടാവണം കാശി പെട്ടെന്ന് തിരിഞ്ഞെന്നും അവളെ നോക്കിയത്. ആ കണ്ണുകൾ കണ്ടതും ഒരു നിമിഷം അവിടെ ഉള്ള നാളിപ്പോയി. പണ്ട് കോളേജ് മെസ്സിൽ വെച്ച് കണ്ടതിനേക്കാൾ വലിയൊരു അഗ്നിപർവ്വതം ആ കണ്ണുകളിൽ തിളക്കുന്ന പോലെ. വരണം വരണം മിസ്സിസ് കാശിനാഥൻ. അവന്റെ ശബ്ദം ഒരു ചാട്ടുളി പോലെ മുറിക്കുള്ളിൽ പതിച്ചു. ഭയം കൊണ്ട് വിറക്കുന്ന കാലുകളോടെ അമ്മ ഒന്ന് പിന്നോട്ട് മാറി. എന്താ, നിനക്ക് പേടിയുണ്ടോ? കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് എന്നെ നാഗവല്ലിയാക്കി നാട്ടുകാർക്ക് മുമ്പിലിട്ട് നൃത്തം ചെയ്യിപ്പിക്കുമ്പോ നിന്റെ ഈ പേടി എവിടെയായിരുന്നു? കാശി പതുക്കെ അവളിലേക്ക് നടന്നെടുത്തു. അവന്റെ ഓരോ ചൂടിലും ഇരയെ ലക്ഷ്യം വെക്കുന്ന ഒരു വേട്ടക്കാരന്റെ വന്യത നിഴലിച്ചിരുന്നു. അതൊരു നിശബ്ദമായ ആക്രമണത്തിന്റെ മുന്നോടിയാണെന്ന് അവിടെ ഉള്ളം മന്ത്രിച്ചു. അമ്മുവിന്റെ ഉടലാകെ വിറകൊണ്ട് കയ്യിലിരുന്ന പാൽ ഗ്ലാസിലെ വെളുത്ത ദ്രാവകം അവളുടെ ഹൃദയമിടിപ്പിനൊപ്പം താളം തെറ്റി തുളുമ്പി. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണത നേരിടാനാവാതെ അവൾ മുഖം താഴ്ത്തി. അദൃശ്യമായ ഏതോ ഭയത്തിന്റെ തടവറയിലായതുപോലെ വിറക്കുന്ന വിരലുകളാൽ അവൾ ആ ഗ്ലാസിനെ മുറുക്കി പിടിച്ചു.
ശ്വാസം പോലും നിലച്ചുപോയ നിമിഷം. പെട്ടെന്നാണ് കാറ്റ് വീശും പോലെ അവന്റെ കൈകൾ അവളിലേക്ക് നീണ്ടത്. ഒരു നിമിഷം കൊണ്ട് അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് ദൂരേക്ക് തെറിച്ചുപോയി. നിലത്ത് വീണ ഗ്ലാസ് ചിന്നിച്ചിതറിയ ശബ്ദത്തോടൊപ്പം അവന്റെ കരുത്തുറ്റ കൈകൾ അവളുടെ തോളുകളിൽ ആഞ്ഞു പതിഞ്ഞു. ആ പിടിയിൽ അവളുടെ ലോകമൊന്ന് വിറച്ചു നിന്നു. നോക്കിടിയുന്ന മുഖത്തേക്ക്. നീയലടി പറഞ്ഞ് ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തവനാണെന്ന്. ലെക്ചർ എന്ന സ്ഥാനത്തിരുന്ന് നിന്റെ മാനം പിച്ച് ചീന്തിയ മൃഗമാണെന്ന് നീയല്ലേ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ്? കാശി സർ, എനിക്ക് തെറ്റ് പറ്റിയതാ. അവൾ കരഞ്ഞുപോയി. തെറ്റ്? വെറുമൊരു തെറ്റല്ല നീ ചെയ്ത്. എന്റെ അന്തസ്സിനെയാ നീ ചവിട്ടി മതിച്ച്. എന്റെ അച്ഛന്റെ മുമ്പിൽ എന്നെ നാണം കെടുത്തി നീയാ. എന്റെ കുടുംബ പകയെ വകവെക്കാൻ നിന്നെ രക്ഷിക്കാൻ വന്ന എനിക്ക് നീ തന്ന സമ്മാനം ആ റേപ്പിസ്റ്റ് എന്ന വിളിയലേടി. അവൻ അവിടെ തോളിലെ പിടിമുറുക്കി. വേദന കൊണ്ട് അമ്മ കണ്ണുകൾ മുറുക്കി അടച്ചു. ഈ താലിയും കുങ്കുമവും കണ്ട് നീ വിചാരിക്കണ്ട നീ വീട്ടിലെ മരുമകളായിട്ട് വാഴാൻ പോവുകയാണെന്ന്. നിന്റെ ആയുസിന്റെ പകുതിയും നീ മുറിക്കുള്ളിൽ എരിഞ്ഞു തീരണം. നിന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ താലി കെട്ടിയത് അദ്ദേഹത്തിന്റെ അഭിമാനം കാക്കാനല്ല, മറിച്ച് എന്റെ ജീവിതം നശിപ്പിച്ച നിന്നെ എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടാനാ. അത്രയും പറഞ്ഞുകൊണ്ട് അവനവളെ ആഞ്ഞെറിയതും അവൾ കട്ടിലേക്ക് വീണുപോയി. എന്റെ ഓരോ ശ്വാസത്തിലും നിന്നുള്ള വെറുപ്പ് മാത്രമേ ഉള്ളൂ. ഈ നിമിഷം മുതൽ നീ കാശിനാഥന്റെ ഭാര്യയല്ല, പകരം എന്റെ തടവുകാരിയാ. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കണ്ട് ആസ്വദിക്കാനാ ഞാൻ ഈ താലി നിന്റെ കഴുത്തിലിട്ടത്. മനസ്സിലായോടെ നിനക്ക്? അവനവിടെ മുഖത്തിരു നേരെ വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ മറുപടി പറയാൻ പോലും കഴിയാതെ തകർന്നു പോയി ആ പാവം പെണ്ണ്. ദൈവത്തെ മനസ്സിൽ വിളിച്ച് തേങ്ങിയവൾ. ഇതിലും നല്ലത് ആ രാഹുൽ തന്നെ നശിപ്പിച്ചിരുന്നെങ്കിലെന്നൊരു തോന്നൽ ആ നിമിഷം എന്റെ ഉള്ളിലൂടെ കടന്നുപോയെങ്കിലും കാശിയുടെ പരിക്കൻ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ അമർന്നപ്പോൾ ആ വേദനയിൽ ആദ്യമൊന്ന് ഇടറിയ നന്ദന പെട്ടെന്ന് തന്നെ ആ പഴയ അമ്മുവായി സ്വയം വീണ്ടെടുത്തു. തളർന്നു വീഴാനല്ല, മറിച്ച് വീണ്ടെടുത്തും കരുത്തോടെ എഴുന്നേൽക്കാനാണ് അവൾ പഠിച്ചത്. കണ്ണുനീരിന്റെ നനവ് തുടച്ചു മാറ്റി അവൾ കാശിയുടെ ജ്വലിക്കുന്ന കണ്ണുകളിലേക്ക് നേർക്ക് നേർ നോക്കി. ഭയത്തിന്റെ നിഴൽ പോലും ഇല്ലാത്ത ആ നോട്ടം അവനിൽ അമ്പരപ്പുണ്ടാക്കി. പറഞ്ഞു കഴിഞ്ഞോ കാശി സാറേ? അല്ല കാശിയേട്ടാ. അവളുടെ ശബ്ദത്തിലൊരു പരിഹാസിരി കലർന്നിരുന്നു. ദേഷ്യം വരുമ്പോ വെറൊരു കളിപ്പാവയെ പോലെ എന്നെ കുലുക്കി ഉലക്കാമെന്നും മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് എന്റെ ഹൃദയം കീറിമുറിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ മുമ്പിൽ നിസ്സഹായായി കരഞ്ഞീരാൻ വിധിക്കപ്പെട്ട വെറൊരു ഇരയല്ല ഈ നന്ദന. അവളുടെ മറുപടിയിൽ അവന്റെ നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, നിനക്കിപ്പോഴും അഹങ്കാരത്തിന് കുറവില്ല അല്ലേടി? ഇത് അഹങ്കാരമല്ല കാശിയേട്ടാ, തകർക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനുള്ള എന്റെ ആത്മാഭിമാന. അവളൊരടി കൂടി അവനിലേക്ക് അടുത്തു. അന്ന് കോളേജിൽ വെച്ച് സംഭവിച്ചൊരു തെറ്റാണ് ഞാൻ സമ്മതിക്കുന്നത്. അതിന് 1000 വട്ടം മാപ്പി വയ്ക്കാൻ എനിക്ക് മടിയില്ല. പക്ഷെ അതിന്റെ പേരിൽ ഈ 4 ചുമരുകൾക്കുള്ളിൽ തടവിലാക്കാമെന്നും എന്റെ കണ്ണുനീര് കണ്ട് ആസ്വദിക്കാമെന്ന് നിങ്ങൾ മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. നോയിക്കോ കാശിയേട്ടാ, നിങ്ങൾ എത്രയൊക്കെ വെറുക്കാൻ ശ്രമിച്ചാലും ഈ അഹങ്കാരിയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാനാവാത്ത ഭാഗമായി മാറും. നിങ്ങൾ എന്നെ സ്നേഹിക്കാനല്ല ഞാനിത് പറയുന്നത്, മറിച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളോട് തന്നെ തോറ്റുകൊണ്ടിരിക്കും. ഇനി ഈ മുറിയിൽ യുദ്ധമാണോ സമാധാനമാണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ ഒന്നോർത്തോ, തോറ്റു കൊടുക്കാൻ നന്ദന പഠിച്ചിട്ടില്ല. പറഞ്ഞു തീർന്നപ്പോൾ അവൾ ശ്വാസം കിട്ടാതെ കിതക്കുന്നുണ്ടായിരുന്നു. കാശിയൊന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകളിലെ ക്രോധത്തോടൊപ്പം തന്നെ ഒരു തിരിച്ചറിവിന്റെ മിന്നലാട്ടം പ്രകടമായിരുന്നു. അവൻ നിശബ്ദനായി ജനാലക്കൽ പോയി നിന്നൊരു സിഗരറ്റിന് തീ കൊടുത്തു. ആ പുകച്ചുരുളുകൾക്കിടയിൽ അവൾ കണ്ടത് അവന്റെ മനസ്സിന്റെ അസ്വസ്ഥതയായിരുന്നു. പുറത്തെ കാറ്റിനേക്കാൾ വേഗതയിൽ അവന്റെ ഉള്ളിൽ ചിന്തകൾ പായുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പെട്ടെന്നാണ് വാതിലൊരു മുട്ടൽ കേട്ടത്. അതിൽ നിന്ന് അവൾക്ക് മനസ്സിലായി തങ്ങളുടെ സംസാരം മുറിയുടെ ഭിത്തിയെ കീറിമുറിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന്. വാതിൽ തള്ളിത്തുറന്ന് അപ്പച്ചി അകത്തേക്ക് വന്നപ്പോൾ കണ്ടത് തറയിൽ ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളും കണ്ണീരിൽ ഉണങ്ങി വീർത്ത മുഖവുമായി നിൽക്കുന്ന അമ്മുവിനെയും ജനാലയുടെ അരികിൽ നിൽക്കുന്ന കാശിയുമാണ്. എന്താടാ ഇത് കാശി, എന്താ ഇവിടെ നടക്കുന്നതെന്ന് അപ്പച്ചിയുടെ ശബ്ദത്തിൽ അങ്കലാപ്പ് അമർഷവും നിറഞ്ഞു നിന്നു. ഇളയമതിലൊന്നും ഇടപെടണ്ട, ഇവളെന്റെ തലയിൽ കെട്ടി വെക്കുമ്പോ എല്ലാം സഹിച്ചോളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാശിയേട്ടൻ അപ്പച്ചിക്ക് നേരെ തിരിഞ്ഞ് ആക്രോശിച്ചു. അവള് നിന്റെ ഭാര്യ കാശി, നമ്മുടെ വീട്ടിലെ മരുമകളാ. അപ്പച്ചി ശാസനയോടെ പറഞ്ഞു. ഭാര്യയോ? എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന ശനിയാണ് ഇവള്. ഇളയമ്മക്ക് ഇവളോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇവളെ ഇളയമ്മയുടെ മുറി താമസിപ്പിച്ചോ. ഇപ്പോഴാകുമ്പോ ചെറിയച്ഛനും ഇല്ലല്ലോ, ഇളയമ്മക്കൊരു കൂട്ടാവും. എനിക്ക് ഇവളെന്റെ കണ്ണിന് മുമ്പിൽ കാണണ്ട. അത്രയും പറഞ്ഞ് മേശപ്പുറത്തുനിന്ന വണ്ടിയുടെ കീമെടുത്ത് അപ്പച്ചിയും തട്ടി മാറ്റി കാറ്റുപോലെ പുറത്തേക്ക് പോയി അവൻ. പടികൾ ഇറങ്ങിപ്പോകുന്ന അവന്റെ കാലൊച്ചയും സെക്കൻഡുകൾക്കുള്ളിൽ കാർ സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞു വന്ന ശബ്ദവും ആ നിശബ്ദതയിൽ മുഴങ്ങി കേട്ടു. അപ്പച്ചി ഒരു നെടുവീർപ്പോടെ അമ്മുവിന്റെ അരികിലേക്ക് വന്നു. പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾക്കിടയിൽ നിർവികാരമായി നിൽക്കുന്ന അവളുടെ കൈകളിൽ അവർ ചേർത്ത് പിടിച്ചു. സാരല്ല മോളെ, അവൻ അങ്ങനെയാ, ദേഷ്യം വന്നാ പിന്നെ സമനില തെറ്റും. അപ്പച്ചി അവളെ പതിയെ കട്ടിലിരുത്തി. ഞാൻ കാരണം അപ്പച്ചി ഇതെല്ലാം. സങ്കടം കൊണ്ട് വാക്കുകൾ മുറിഞ്ഞുപോയി അവളുടെ. അല്ല മോളെ,
ഇതിലൊന്നും നിന്റെ തെറ്റില്ല, എല്ലാം വിദ്യ. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പച്ചി അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. ഞാൻ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കാശിയുടെ മുരട സ്വഭാവത്തിനു മുമ്പിൽ തോറ്റു തരാനല്ല, ആ മുരട്ട സ്വഭാവം മാറ്റിയെടുക്കാനാ. പഴയ ആ അമ്മു എവിടെ പോയി? ആരെയും കൂസാത്ത, ആരെയും വകവെക്കാത്ത എൻ്റെ ആ കുറുമ്പി പെണ്ണ് എവിടെ? അവർ പറഞ്ഞതും അമ്മു അപ്പച്ചി അത്ഭുതത്തോടെ നോക്കി. അമ്മു, അവനെ പേടിച്ച് നീ ഒതുങ്ങിക്കൂടിയ അവൻ നിന്നെ കൂടുതൽ ചവിട്ടും. അവനെ വരച്ച വരയിൽ നിർത്താൻ നിനക്കേ കഴിയും. അവൻ എത്ര ദേഷ്യം കാണിച്ചാലും നീ അത് കണ്ടില്ലെന്നടിച്ച് അവനെ തിരിച്ച് ചൊറിയണം. ആ പഴയ ചുറുചുറുക്കും കുസൃതിയും നീ വീണ്ടെടുക്കണം. അവൻ്റെ ഈ കരിങ്കല്ല് പോലെയുള്ള മനസ്സറിയിക്കാൻ നിന്റെ ആ പഴയ കുറുമ്പുകൾക്ക് മാത്രമേ കഴിയൂ. അവനെ പേടിക്കാതെ അവൻ്റെ കൺമുമ്പിൽ തന്നെ നീ തലയുയർത്തി നടക്കണം, കേട്ടല്ലോ? അപ്പച്ചിയുടെ വാക്കുകൾ ആൾക്ക് പുതിയൊരു ഊർജ്ജം നൽകിയതുപോലെ തോന്നി. കരഞ്ഞു തളർന്നിരിക്കാനുള്ളതല്ല ഈ നന്ദനയുടെ ജീവിതമെന്ന് ആ നിമിഷം അവൾ ഉറപ്പിച്ചു. നീ ഒന്നിനെയും പേടിക്കണ്ട, അപ്പച്ചി കൂടെയുണ്ട്. നീ പോയി മുഖം കഴുകി സമാധാനമായി കിടന്നുറങ്ങ്. നാളെ രാവിലെ മംഗളത്തി വീട്ടിൽ ആ പഴയ അമ്മുവായിട്ട് വേണം നീ ഉണരാൻ. അപ്പച്ചി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി പുറത്തേക്ക് പോയി. ആ മുറിയിൽ തനിച്ചായപ്പോൾ അവൾ ജനാലയുടെ പുറത്തിരുട്ടിലേക്ക് നോക്കി. കാശിയേട്ടാ, നിങ്ങൾ ഈ കാട്ടിന് ദേഷ്യം എത്ര നാളുണ്ടെന്ന് നമുക്ക് കാണാം. തോറ്റു തരാൻ തയ്യാറല്ലാത്ത നന്ദനയുടെ കളി ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വെയിറ്റ്. ബാക്കി പറയുന്നതിന് മുമ്പേ കാശിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയണ്ടേ? ബാ, പറഞ്ഞുതരാം. മംഗളത്ത് വീട്, ഗൃഹനാഥൻ കരുണാകരൻ, ഭാര്യ രാധിക, അമ്മുവിന്റെ മൂത്ത അപ്പച്ചി, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇവർക്ക് 2 മക്കൾ. മൂത്തത് കൈലാസ്നാഥൻ, ഭാര്യ ശ്വേത, ഇളയവൻ കാശിനാഥൻ, നമ്മുടെ നായകൻ. ഇപ്പോൾ കൂടെയുള്ളത് അമ്മുവിന്റെ വേറൊരു അപ്പച്ചി, പേര് പ്രഭാവതി. ഭർത്താവ് കാശിയുടെ ഇളയച്ചൻ കേശവൻ. ആളങ്ങ് ഗൾഫിലാണ്. ഇവർക്ക് മക്കളില്ല. അതുകൊണ്ട് തന്നെ അമ്മയില്ലാത്ത കാശിയെയും കൈലാസിനെയും അമ്മയുടെ സ്നേഹം നൽകി വളർത്തിയ ഇവരാണ്. പിറ്റേ ദിവസം പ്രഭാതം വിരിഞ്ഞപ്പോൾ മംഗലത്ത് വീട്ടിലെ ആ പഴയ അമ്മ ഉണർന്നു കഴിഞ്ഞിരുന്നു. അപ്പച്ചിയുടെ വാക്കിൽ തന്ന ഊർജം അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം നൽകി. രാവിലെ 6 മണിക്ക് തന്നെ അമ്മ എഴുന്നേറ്റു. കുളിച്ചു കഴിഞ്ഞൊരു കസവും മുണ്ടും ബ്ലൗസും അണിഞ്ഞ് നനഞ്ഞ മുടിയഴകൾ ഒതുക്കി കെട്ടിയവൾ താഴേക്ക് നടന്നു. കാശിയുടെ അച്ഛന്റെ മുമ്പിൽ പെടാൻ നോക്കണമെന്ന നിബന്ധനയുള്ളതുകൊണ്ട് ഓരോ ചൂടും ശ്രദ്ധിച്ചായിരുന്നു അവൾ നടന്നത്. ഭാഗ്യത്തിന് അദ്ദേഹം അപ്പോഴും പറഞ്ഞ പത്രമായില്ലായിരുന്നു. അമ്മു നേരെ അടുക്കളയിലേക്ക് വിട്ടു. അപ്പച്ചിയും ശ്വേതയോടെ ചായത്തിരക്കിലായിരുന്നു. അമ്മു, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? ശ്വേത അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നില്ലാണ്ട് ചേച്ചി, പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? കണ്ണു ചിമ്മിക്കൊണ്ട് അമ്മു പറഞ്ഞു. അവൾ പതുക്കെ അപ്പച്ചിയുടെ അടുത്തേക്ക് നീങ്ങി മന്ത്രിച്ചു. കാശിയേട്ട വന്നു അപ്പച്ചി? വന്നു മോളെ, പുലർച്ചെ എപ്പോഴോ വന്ന് മോളിൽ കിടപ്പുണ്ട്. ചായ കൊടുക്കാൻ ആരും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പച്ചി ഗൂഢമായി ഒന്ന് ചിരിച്ച്. അത് ശരി, എനിക്ക് ആ ചായ ഞാനങ്ങ് എത്തിക്കാം, കൂടെ ചെറിയൊരു സ്പെഷ്യലും. അമ്മു ചായ ഗ്ലാസ് എടുത്തു. പക്ഷെ അതിൽ പഞ്ചസാരക്ക് പകരം അവൾ ചേർത്ത് നല്ല ഒന്നാന്തര ഉപ്പായിരുന്നു. അതുകൂടാതെ അയാളുടെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഒന്ന് അഴിച്ചു വെക്കാൻ അവൾക്ക് പ്ലാനുണ്ട്. ചായയുമായി പതുക്കെ മുകളിലേക്ക് നടക്കുമ്പോൾ അമ്മുവിന്റെ മനസ്സിൽ ആ പഴയ കോളേജ് കാലത്തെ കുസൃതികൾ ഒന്നൊന്നായി മിന്നിമറഞ്ഞു. മുറിയിലെത്തിയപ്പോൾ കാശിനാഥൻ നല്ല ഉറക്കത്തിലാണ്. ഷർട്ട് മാറ്റാത്തന്നെ കട്ടിൽ തളർന്നു കിടക്കുകയാണ് അവൻ. ആ മുഖത്തെ ഗൗരവം ഉറക്കിലും മാഞ്ഞിട്ടില്ല. അമ്മു പതുക്കെ ചായ ഗ്ലാസ് സൈഡ് ടേബിളിൽ വെച്ചു. എന്നിട്ട് കട്ടിലിന്റെ അരികിലേക്ക് നീങ്ങി. കാശിയേട്ടാ, എഴുന്നേക്കൂ, ചായ തണുക്കുന്നു, അവൾ മന്ത്രിച്ചു. ഒന്ന് മൂളി പതുക്കെ കണ്ണു തുറന്നു. മുന്നിൽ ചിരിച്ചേൽക്കുന്ന അമ്മുവിനെ കണ്ടതും അവന്റെ മുഖം വീണ്ടും കടുത്തു. നീ എന്താ ഇവിടെ? അയാൾ എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. ഭാര്യമാരായ ഭർത്താക്കന്മാർക്ക് ചായ കൊടുക്കണമെന്നല്ലേ പ്രണാമം? അല്ല, പ്രമാണം. താ കുടിക്ക്, മറുപടി പറഞ്ഞുകൊണ്ട് അവൾ ഗ്ലാസ് നീട്ടിയതും ഒന്നും മിണ്ടാതെ അവൻ ആ ഗ്ലാസ് വാങ്ങി ഒരൊറ്റ കൂടി. അടുത്ത നിമിഷം കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ചായ പുറത്തേക്ക് തുപ്പി. എന്താണ് ഇതിൽ ചേർത്ത്? ഉപ്പോ? അമ്മു നിഷ്കളങ്കമായി മുഖം വെച്ചു. അയ്യോ, പഞ്ചസാരക്ക് ഒരു ഉപ്പാണ് ഇട്ടത്. എന്റെ കുന്നും പുറത്തപ്പാ. പുതിയ വീടല്ലേ ഏട്ടാ, പാത്രങ്ങളൊക്കെ മാറിപ്പോയതാവും. സാരില്ല, ഞാൻ വേറെ എടുത്തുതരാം. നിർത്തി നിന്റെ അഭിനയം. നീ മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്കറിയാം. അവൻ ദേഷ്യത്തോടെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ ചീറിയ അതേ സമയം തന്നെ താഴെ നിന്ന് കരുണാകരമേനോന്റെ ശബ്ദം കേട്ടു. കാശി, നീ എഴുന്നേറ്റോ? അമ്മു പെട്ടെന്ന് വാതിലിലേക്ക് നോക്കി. അച്ഛൻ മുകളിലേക്ക് വരികയാണല്ലോ എന്റെ കുന്നും പുറത്തപ്പാ. കാശിയുടെ അച്ഛന്റെ മുമ്പിൽ പെടാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൾ പെട്ടെന്ന് കാശിയുടെ ഷർട്ടിന്റെ കോളർ പിടിച്ചൊന്ന് വലിച്ചു. കാശിയേട്ടാ, അച്ഛൻ വരുന്നുണ്ട്, നമുക്ക് ഈ തർക്കം പിന്നെ തീർക്കാം. അവൾ പെട്ടെന്ന് കട്ടിലിന്റെ മറുവശത്തേക്ക് ഒളിഞ്ഞു. കാശിയുടെ അച്ഛൻ വാതിൽക്കിലെത്തി. എന്താണ് അവിടെ ഒരു ബഹളം? കാശി തന്റെ ഉപ്പുവെള്ളം നിറഞ്ഞ വായ തുടച്ചുകൊണ്ട് പണിപ്പെട്ട് ദേഷ്യടക്കി പറഞ്ഞു. ഒന്നുമില്ല അച്ഛാ, ചായ തട്ടിപ്പോയതാ, അതാ. അച്ഛനും സംശയത്തോടെ നോക്കി താഴേക്ക് പോയി. അദ്ദേഹം പോയതും അമ്മ മറവിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഹൈ ശുഭം, അവൾ കൈകൊട്ടി ചിരിച്ചു. എങ്ങനെയുണ്ട് ഏട്ടാ രാവിലെ തന്നെയുള്ള ചായ സൽക്കാരം? ഇനി ഇതുപോലുള്ള ഒത്തിരി സർപ്രൈസുകൾ ഈ അമ്മുവിന്റെ കയ്യിലുണ്ട്, നോക്കിയിരുന്നോ? കാശിനാഥൻ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ അമ്മുവിന്റെ ആ പഴയ കുറുമ്പ് കണ്ടപ്പോൾ അവന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. കാശി അവളെ തുറച്ചു നോക്കി ബാത്റൂമിലേക്ക് കയറി വാതിൽ ആഞ്ഞടച്ചു. അമ്മു പതുക്കെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പച്ചി പറഞ്ഞ് ശരിയാണ്,
പഴയ അമ്മു തിരിച്ചു വന്നാൽ മാത്രമേ ഈ കാലനാഥിനെ വരച്ച വരയിൽ നിർത്താൻ കഴിയൂ. അമ്മു പതുക്കെ താഴേക്ക് നടന്നു. കാശിയുടെ അച്ഛന്റെ മുമ്പിൽ പെടാതെ അടുക്കളയിലേക്ക് വലിയുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. കാശിയുടെ ആ മുഖം ഓർത്തപ്പോൾ അവൾക്ക് ചിരി അടക്കാനായില്ല. അവൾ വായപൊത്തി ചിരിച്ച് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ അപ്പച്ചി ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായി അമ്മു ചായ സൽക്കാരം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പച്ചി രഹസ്യമായി ചോദിച്ചു. ഉപ്പിത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം അപ്പച്ചി. അതിന്റെ ചെറിയൊരു ബഹളമൊക്കെ അവിടെ നടന്നു. അമ്മു കണ്ണീമ്മി കാണിച്ചു. നീ വലിയ വികൃതി തന്നെ. ശ്വേത ചേച്ചി ഇരിച്ചു പോയി. സാരല്ല, വല്ലപ്പോഴും ഇങ്ങനെ ഓരോന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ആ ഗമ വിടില്ല. പെട്ടെന്നാണ് ഉമ്മർത്തുനിന്ന് കാശിയുടെ അച്ഛന്റെ ശബ്ദം കേട്ടത്. നന്ദനെ! അമ്മു ഒന്ന് ഞെട്ടി. അപ്പച്ചിയുടെ മുഖത്തും പരിഭ്രമം പടർന്നു. അവൾ പതുക്കെ അടുക്കള വാതിലിന്റെ മറവിൽ ഒളിച്ചു നിന്നു. കരുണാകരമേനോൻ അടുക്കളയുടെ അരികിലേക്ക് വരികയാണ്. എന്താ ഏട്ടാ? അപ്പച്ചി മുന്നോട്ട് ചെന്നു. രവീന്ദ്രന്റെ മകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പൂജാമുറിയിൽ വിളക്ക് വെച്ചോ? ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയിലുള്ള കടമകളെങ്കിലും അവള് പഠിക്കട്ടെ. അമ്മു ശബ്ദം പുറത്തു വരാതെ അപ്പച്ചിയെ നോക്കി ആംഗ്യം കാണിച്ചു. അപ്പച്ചി അത് ഏറ്റുപിടിച്ചു. അവൾ കുളിക്കേട്ടാ, ഞാൻ അങ്ങോട്ട് വിട്ടോളാം. അദ്ദേഹം മുറുമുറുത്തുകൊണ്ട് അവിടുന്ന് പോയതും അമ്മ ഒരു ദീർഘനിശ്വാസം വിട്ടു. രക്ഷപ്പെട്ടു. നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും നീ ചെന്ന് കുളിച്ച് റെഡിയായി വാ. ഇന്ന് കാശി കോളേജിലേക്ക് പോകുന്നുണ്ട്. നീ അവന്റെ കൂടെ പോണെന്നാ അച്ഛന്റെ തീരുമാനം. നീ അവിടുത്തെ സ്റ്റുഡന്റ് ആണല്ലോ, ശ്വേത ചേച്ചി ഓർമ്മിപ്പിച്ചു. അത് കേട്ട് അമ്മുവിന്റെ കണ്ണുകൾ തിളങ്ങി. കാശി സാറിന്റെ കൂടെ അതേ കാറിൽ കോളേജിലേക്ക്. അവിടെ വെച്ച് എന്തൊക്കെ പണികൾ കൊടുക്കാമെന്ന് അവൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കാശിനാഥൻ താഴേക്ക് ഇറങ്ങി വന്നു. വെളുത്ത ഷർട്ടും കറുത്ത പാന്റും അണിഞ്ഞ അവന്റെ രൂപത്തിന് ആ പഴയ പ്രൊഫസറുടെ ഗാംഭീര്യമുണ്ടായിരുന്നു. ചുവന്ന സിന്ദൂരമണിഞ്ഞ് മെറൂൺ സാരിയുടെ അഴകിൽ കഴുത്തിലെ താരിയാർത്തി നന്ദനയും യാത്രക്കൊരുങ്ങി. തന്റെ ബാഗും എടുത്ത് അവൾ ഉമ്മറത്ത് വന്ന് നിന്നു. പടികളിറങ്ങി വന്ന കാശിയുടെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തറഞ്ഞു നിന്നു. ആ സൗന്ദര്യത്തിനു മുമ്പിൽ അമ്പരന്ന് പോയെങ്കിലും ഉടൻ തന്നെ അവന്റെ മുഖത്ത് പുച്ഛത്തിന്റെ കടുപ്പം ഏറി. എങ്ങോട്ടാ നിന്റെ പുറപ്പാട്? കാശി പരിഹാസത്തോടെ ചോദിച്ചു. ഞാൻ കോളേജിലേക്ക്. അച്ഛൻ പറഞ്ഞ് നിങ്ങളോടൊപ്പം പോവാൻ. നമുക്ക് പോവാൻ സാറേ. മുഖത്തൊരു കുസൃതി ചിരിമായി നന്ദനം മറുപടി നൽകി. നിന്നെ എന്റെ വണ്ടി കയറ്റാൻ എനിക്ക് സൗകര്യമില്ല. നീ എങ്ങനെ വേണമെങ്കിലും വന്നോ. താക്കോൽ കൂട്ടം വിരലിട്ട് കറക്കി അവൻ കാറിനടുത്തേക്ക് നടന്നു. കാശി! പെട്ടെന്ന് ഉയർന്ന കരുണാകരമേനോന്റെ ശബ്ദം അവനെ തടഞ്ഞു. നന്ദനെ കൂടെ കൊണ്ടുപോകണം. നാട്ടുകാരെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കരുത്. അച്ഛന്റെ ആ വാക്കൾക്ക് മുമ്പിൽ മറുത്തു പറയാനാവാതെ കാശി നിന്നു. ഉള്ളിൽ തിളച്ചു മറിഞ്ഞ ദേഷ്യം അടക്കി പിടിച്ച് അവൻ കാറിന്റെ വാതിൽ ആഞ്ഞു തുറന്നു. അമ്മു ജയിച്ച ഭാവത്തിൽ മുൻസീറ്റിൽ തന്നെ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അമ്മു മേലെ വണ്ടിയുടെ മ്യൂസിക് സ്റ്റോൺ ചെയ്ത് പ്രേമ സിനിമയിലെ ദാറ്റ് കലിപ്പ് പാട്ട് അതും ഫുൾ വോള്യത്തിൽ അങ്ങിട്ടു. കണ്ണു ചുവക്കണ്ണ, പല്ല് കട്ടിക്കണ്ണ, മുഷ്ടി ചുരുട്ടണ്ണ, ആകെ വിയർക്കണ്ണ, ഞടിഞ്ഞരമ്പുകൾ വലിഞ്ഞു മുറുകണ്ണം, പേശികളാകെ ഉരുണ്ട് കയറണം. ഒന്നാമതേ ടെമ്പർ തെറ്റി ഡ്രൈവ് ചെയ്യുന്ന കാശിക്ക് പ്രേമ സിനിമയിലെ ഈ പാട്ട് കേട്ടതും ബാക്കി ടെമ്പർ കൂടി തെറ്റി. നിർത്തി നായിന്റെ മോളെ ആ നാശം. പറ്റില്ല ഏട്ടാ, നല്ല മൂടി കിട്ടാൻ പാട്ട് വേണം. അമ്മു സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് വികൃതിയോടെ അവനെ നോക്കിയതും അവളുടെ കുഞ്ഞമ്മയുടെ ഒരു മൂഡ്. കാശിയുടെ മുഖം കനത്തു. വണ്ടി കോളേജിലേക്ക് പാഞ്ഞു. കോളേജ് ഗേറ്റ് കിടക്കുമ്പോൾ അമ്മുവിന്റെ ഉള്ളിൽ ചെറിയൊരു ആശങ്കയില്ലാതിരുന്നില്ല. ലെക്ചറർ കാശിനാഥൻ സാറിന്റെ കാറിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വന്നിറങ്ങുന്ന തന്നെ കണ്ടാൽ നയനുമയും ആൽബിയും ഇതിനും മറ്റു ടീച്ചേഴ്സൊക്കെ എന്താവും പറയുക. പക്ഷെ ആ ചിന്തയേക്കാൾ കൂടുതൽ കാശി കൊടുക്കാൻ പോകുന്ന പണികളെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകളിൽ കുസൃതിയുടെ പൂത്തിരികൾ കത്തി. കലാലയത്തിലെ കാർ പാർക്കിംഗ് അവിടെ ഏരിയയിൽ കാർ വന്ന് നിന്നു. കാശിനാഥൻ വണ്ടി നിർത്തിയ പാടെ ഗൗരവത്തിലൊന്ന് അമ്മുവിനെ നോക്കി. ഡേ, ഇത് കോളേജാ, വീട്ടിലെ കുരങ്ങളി ഇവിടെ വേണ്ട. നീ എന്റെ സ്റ്റുഡന്റും മാത്രമേ ഇവിടെ. ആ ഒരു ബോധം നിനക്ക് ഉണ്ടായ നല്ലത്. അയ്യോ, അത് ഞാൻ മറക്കോ സാറേ. തൽക്കാലം ഈ ഡോറും തുറന്നായോ സാറേ. എല്ലാവരും കരുതിട്ട് സാറിനോട് വല്ലാത്ത സ്നേഹമാണെന്ന്. അമ്മു പതുക്കെ ചിരിച്ചു. നിന്റെ ഡോറ് ഞാനല്ല, കാലം തുറന്നുതരും. മര്യാദക്ക് ഇറങ്ങിപ്പോകണം. കാശി ദേഷ്യത്തോടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അമ്മുവും വിട്ടുകൊടുത്തില്ല. അവൾ കാറിൽ നിന്നിറങ്ങി വേഗം ഓടിപ്പോയി കാശിയുടെ കൈ കോർത്തു പിടിച്ചു. കോളേജിലെ മെയിൻ ബ്ലോക്കിന് മുന്നിലൂടെ നടക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിന്നുപോയി. പണ്ടേ കട്ടക്കലിപ്പനായ കാശി സാറ് കൈ പിടിച്ചടക്കുന്ന കണ്ട് എല്ലാവരുടെയും കണ്ണു തള്ളി. കായ് വിറി പനം. കാശി പല്ലി ഞെരിച്ചു മന്ത്രിച്ചു. വീടില്ല സാറേ, നമ്മളിപ്പോ വിവാഹം കഴിഞ്ഞു വന്ന ഇണക്കുരുവികളല്ലേ. സാറൊന്ന് ചിരിക്ക് പ്ലീസ്, സ്മൈൽ പ്ലീസ്. അവനോട് പറഞ്ഞ് അമ്മ എല്ലാവരെയും നോക്കി കൈവീശി കാണിച്ചു. ദൂരെയുള്ള ആൽമരച്ചോട്ടിൽ വാ പൊളിച്ചിരിക്കുന്ന തന്റെ ചങ്സിനെ കണ്ടപ്പോൾ അമ്മുവിന് സന്തോഷം സഹിക്കാനായില്ല. അവൾ കാശിയുടെ തോളിലേക്ക് ഒന്നുകൂടി ചാഞ്ഞു. നീ ഇന്ന് അനുഭവിക്കും, നോയിക്കോ. കാശി തന്റെ കൈ ബലമായി വിടുവിച്ച് സ്റ്റാഫ് റൂമിലേക്ക് പാഞ്ഞു. അമ്മു ചിരിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. ആൽബിയും മനുവും നിതിനും അഞ്ചുമ്മയും ഓടി വന്ന് അവളെ വളഞ്ഞു. എടി 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 പറട്ടെ, ഇതെന്താടി മറിമായം? നീ ആ കാലിന്റെ കൂടി ഇത്ര അടുപ്പത്തിലാണോ? മനുവാണ് ചോദ്യം ചോദിച്ചത്. അമ്മു, നീ ആകെ മാറിപ്പോയടി. ആ സാരിയും കുങ്കുമൊക്കെ കണ്ടപ്പോ ശരിക്കും ഉത്തമയായിട്ടുള്ള മാസ്റ്ററുടെ ഭാര്യയെ പോലെയുണ്ട്. നയനുമ്മ കളിയാക്കി.
നിങ്ങൾ അതൊക്കെ വിട്. ഇന്ന് ഫസ്റ്റ് അവർ കാശ് സാറിൻ്റെതാ. അങ്ങോട്ടൊരു പണി വരുന്നുണ്ട്, കണ്ടു നിന്നോ. അമ്മു കണ്ണിറുക്കി. ക്ലാസ് മുറിയിലെ ബെല്ലടിച്ചവും കാശിനാഥൻ ഗൗരവത്തിൽ ക്ലാസ്സിലേക്ക് കയറി. അമ്മു അവസാന ബെഞ്ചിൽ ഇരുന്നിരുന്ന പഴയ കുരുത്തം കിട്ടവളല്ല. ഇന്ന് അവൾ ഇരിക്കുന്ന ഫ്രണ്ട് ബെഞ്ചിൽ കാശി സാറിന്റെ നേരെ മുമ്പിലാണ്. കാശി ബോർഡിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ അമ്മു തന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ കണ്ണാടി പുറത്തെടുത്തു. സൂര്യപ്രകാശം ആ കണ്ണാടിയിൽ തട്ടി കൃത്യമായി കാശിയുടെ കണ്ണിലേക്ക് അടിച്ചു. കാശി എഴുത്തു നിർത്തി ഒന്ന് പുളഞ്ഞു. അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മു വളരെ ഗൗരവത്തിൽ പുസ്തകം വായിക്കുകയാണ്. അവൻ വീണ്ടും തിരിഞ്ഞപ്പോൾ അവൾ വീണ്ടും കണ്ണാടി കൊണ്ട് വിളിച്ചടിച്ചു. ആരാണോ ഇത്? കാശി അലറി. ക്ലാസ് നിശബ്ദമായി. അമ്മു പതുക്കെ എഴുന്നേറ്റ് നിന്നു. സർ, പ്രകാശിന്റെ കണ്ണിലേക്ക് അടിക്കുന്നതുകൊണ്ട് ബോർഡിൽ അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നില്ല. സാറിന്റെ ഷർട്ടിൽ ആ തിളങ്ങുന്ന ബട്ടണിൽ തട്ടിയിട്ടാണെന്ന് എനിക്കൊരു സംശയം. അമ്മു പറഞ്ഞിട്ട് ക്ലാസ്സിലൊരു കൂട്ടച്ചിരി ഉയർന്നു. കാശിക്ക് കാര്യം മനസ്സിലായി. അവൾ തന്നെ കളിയാക്കിയാണ്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. നിനക്ക് അക്ഷരം കാണാൻ പറ്റുന്നില്ല അല്ലേ? എന്നാ വാ, ബോർഡിന്റെ അടുത്തേക്ക് വാ. ഇന്ന് ബാക്കി ക്ലാസ് നന്ദന എടുക്കും. കാശി ചിന്തിച്ച് അമ്മു പേടിക്കുന്നതാണ്. പക്ഷെ അവൾ കൂളായി എഴുന്നേറ്റ്. ഓ തീർച്ചയായിട്ടും സർ, ഞാൻ തന്നെ എടുത്തോളാം. ആൾ ബോർഡിന്റെ അടുത്തേക്ക് നടന്നു നിന്നു. എന്നിട്ട് ചോക്ക് കയ്യിലെടുത്ത് ബോർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതി, ഹൗ ടു ലവ് എ ഗ്രംബി ഹസ്ബൻഡ്. വീട്ടിലുള്ള മുരടനായ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കാം. ക്ലാസ്സിലാകെ ബഹളമായി. കാശിനാഥ് നിയന്ത്രണം വിട്ട് നിൽക്കുകയായിരുന്നു. തന്റെ സ്റ്റുഡൻസിന് മുമ്പിൽ തന്നെ ഇങ്ങനെ അപമാനിക്കാൻ ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? കാശി വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അയ്യോ സാറ്, ക്ലാസ് തുടങ്ങിയില്ലല്ലോ, ബാക്കി ഇവിടെ എഴുതാനുണ്ട്. പിള്ളേർക്ക് വലിയ ആകാംക്ഷയില്ല അല്ലേ പിള്ളേരെ? അമ്മ എല്ലാവരെയും നോക്കി ചോദിച്ചോ. ക്ലാസ് കയ്യടി കൊണ്ട് നിറഞ്ഞു. കാശി ദേഷ്യത്തോടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മു ജയിച്ച ഭാവത്തിൽ തന്നെ ബെഞ്ചിലേക്ക് പോയിരുന്നു. പക്ഷെ അവൾ അറിഞ്ഞില്ല കാശി നേരെ പോയത് പ്രിൻസിയുടെ അടുത്തേക്കാണെന്ന്. ക്ലാസ്സിലെല്ലാവരും അമ്മുവിനെ പൊതികയായിരുന്നു. എടി പണ്ടാരമേ, നീ എന്ത് പണിയടി കാണിച്ച്? കാശി സാർ ആകെ ദേഷ്യത്തിലാ പോയത്. നിതിൻ പേടിയോടെ അമ്മുവിനോട് പറഞ്ഞു. അയാൾക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ഗ്രാസ്. അമ്മു പുച്ഛിച്ചു. ഓവേ, നിന്റെ ധൈര്യം സമ്മതിക്കണം മോളെ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്യൂൺ വന്ന് വാതിൽ നിന്ന്. നന്ദന, പ്രിൻസിപ്പൽ സാറിനോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അമ്മുവിന്റെ മുഖത്തെ ചിരിയൊന്ന് മങ്ങി. ഹൈഷ്, ശുഭം. അവൾ പതുക്കെ എഴുന്നേറ്റു. കൂട്ടുകാർ അവളെ നോക്കി തീർന്നു എന്ന മട്ടിൽ ആംഗ്യം കാണിച്ചു. പ്രിൻസിയുടെ ഓഫീസിന് മുമ്പിലെത്തിയപ്പോൾ അമ്മ കണ്ടു കാശിനാഥൻ അവിടെ കസേരയിൽ ഗൗരവത്തിൽ ഇരിക്കുന്നു. പ്രിൻസിപ്പൽ പ്രഭാകരൻ സാറ് കണ്ണടക്ക് മുകളിലൂടെ അവളെ രൂക്ഷമായി നോക്കി. നന്ദന, ഇതെന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഒരു ലെക്ചറോട് ക്ലാസ് റൂമിൽ വെച്ച് ഇതാണോ നിന്റെ പെരുമാറ്റം? പ്രിൻസി മേശയിൽ അടിച്ചു. അമ്മു തലതാഴ്ത്തി നിന്നു. പക്ഷേ ഉള്ളിൽ അവൾ കാശിയെ നോക്കി പല്ലടിച്ചു. ഇത്രയൊക്കെയുള്ള കാശിനാഥൻ ഉടനെ പരാതിയായിട്ട് പ്രിൻസിയുടെ അടുത്തെത്തിയോ? അവൾ മനസ്സിൽ പറഞ്ഞു. സർ, ഞാൻ വെറുതെ ഒരു തമാശയോ? കാശി പെട്ടെന്ന് എഴുന്നേറ്റു. പ്രിൻസി ഇവൾക്ക് സസ്പെൻഷൻ നൽകണം. എന്റെ ക്ലാസ്സിൽ ഇവളെ ഞാൻ ഇനി കയറ്റില്ല. ഒരു സ്റ്റുഡന്റ് ലെക്ചറുടെ പേഴ്സണൽ ലൈഫ് ക്ലാസ്സിൽ വലിച്ചെടുക്കുന്ന അനുവദിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മുവിന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അവൾ കാശിയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. സർ, പേഴ്സണൽ ലൈഫ് ഞാനും സാർ തമ്മിലുള്ളതല്ലേ? സാർ ഇത് ഇത്രയും വലിയ കാര്യമൊക്കെ ഞാൻ കരുതിയില്ല. വീട്ടിലെ മുരട്ട സ്വഭാവം ഇവിടെയും സാർ കാണിച്ച പിള്ളേരെന്ത് കരുതും? മിണ്ടാതിരിക്കുക, പ്രിൻസിപ്പൾ അലറി. അമ്മു പതുക്കെ പ്രിൻസിയുടെ അരിയിലേക്ക് നീങ്ങി ശബ്ദം താഴ്ത്തി പറഞ്ഞു. സർ, സാറിനറിയാലോ ഞങ്ങൾ വിവാഹിതരാണെന്ന്. കാശിയായിട്ട് വീട്ടിൽ എന്നോട് കാണിക്കുന്ന ദേഷ്യം ഇവിടെയും തുടർന്നാൽ എനിക്കെങ്ങനെ പഠിക്കാൻ പറ്റും? ഇദ്ദേഹത്തൊന്ന് ഉപദേശിക്കൂ സാർ. പ്രിൻസിപ്പൾ ആകെ ധർമ്മസങ്കടത്തിലായി. കാശിനാഥൻ കടുത്ത ദേഷ്യത്തിലും അമ്മു ഇരയുടെ വേഷത്തിലും. ഒടുവിൽ പ്രിൻസി വിധി പുറപ്പെടുവിച്ചു. ശരി, ഇത്തവണത്തെ തെറ്റിന് ഞാൻ സസ്പെൻഷൻ തരുന്നില്ല. പക്ഷേ നന്ദന, ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ. കാശി സാർ, നന്ദനയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. ഇന്നിനി കോളേജിൽ നിൽക്കണ്ട. കാശിനാഥന് അത് വലിയ തിരിച്ചടിയായി. സസ്പെൻഷൻ കൊടുപ്പിക്കാൻ വന്ന തനിക്കിപ്പോൾ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പോവേണ്ടി വന്നിരിക്കുന്നു. പണി കൊടുത്തു വാങ്ങിയ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അമ്മുവിന്റെ കുസൃതിയും കാശിയുടെ കലിപ്പും മംഗലത്ത് വീട്ടിലെ നിത്യസംഭവമായി മാറി. പക്ഷെ അടച്ചിട്ട വാതിനുള്ളിലെ തർക്കങ്ങൾക്കിടയിലും എപ്പോഴോ കാശിയുടെ കണ്ണുകളിൽ തിളക്കം വരുന്നത് അമ്മു കാണാതിരുന്നില്ല. ഒരു മഴയുള്ള സായാഹ്നത്തിലായിരുന്നു അത് സംഭവിച്ചു. അന്ന് രാത്രി മഴ കനത്ത് പെയ്യുകയായിരുന്നു. കാശിയുടെ ഷർട്ടിൽ പശ തേച്ച് വെച്ച അമ്മുവിന്റെ കുസൃതിക്ക് മറുപടിയായി അയാളൊന്നും ചെയ്തില്ല. ഒരുതരം ഭയാനകമായ നിശബ്ദത അയാളിൽ പടർന്നിരുന്നു. അമ്മു പതുക്കെ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് ഇരുട്ടിൽ ജനാലക്കൽ ദൂരേക്ക് നോക്കി നിൽക്കുന്ന കാശിയാണ്. കാശിയേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. മറുപടി ഉണ്ടായില്ല. അവൾ അരികിലേക്ക് ചെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചതും ഒരു മിന്നൽ വേഗത്തിൽ കാശി അവളെ ചുമരോട് ചേർത്ത് നിർത്തി. അയാളുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, പകരം വല്ലാത്തൊരു വേദനയായിരുന്നു. ആ കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു. മതിയാക്കി കൂടെ നിനക്ക് ഈ പണികളും ഈ പരിഹാസവും? ഇതിനൊക്കെ ഒരു അവസാനമില്ലേ നന്ദനെ? അവന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ. അമ്മു വാക്കുകൾക്കായി തപ്പി. വെറുതെ അല്ല, നീ മനഃപൂർവ്വം ചെയ്യുക. എന്നെ കൊണ്ട് നിന്നെ വെറുപ്പിക്കാൻ നീ കണഞ്ഞ് പരിശ്രമിക്കുക. പക്ഷേ നിനക്കൊരിക്കലും അതിന് കഴിയില്ല. അവനവളുടെ തോളുകളിൽ പിടിമുറുക്കി. കാരണം
നീ ശ്വസിക്കുന്ന വായുവിൽ പോലും എൻ്റെ പ്രണയത്തിൻ്റെ മണമുണ്ട്. അമ്മു ശ്വാസം അടക്കി പിടിച്ച് നീങ്ങി. കാശി അവളുടെ മുഖത്തിന് തൊട്ടടുത്ത് തന്നെ മുഖം ചേർത്തു. നിനക്കറിയണം എന്താണ് സത്യമെന്ന്. എന്നാ കേട്ടോ, നീ എന്ന മുറപ്പെണ്ണാണ് തിരിച്ചറിഞ്ഞ അന്ന് ആ കൊച്ചുനാൾ മുതൽ തുടങ്ങിയതാ ഈ ഭ്രാന്ത്. നീ കോളേജിൽ വന്നിറങ്ങിയ ആദ്യ ദിവസം നിന്നെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിരിപ്പ് നിന്നതായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും തമ്മിലുള്ള ആ പക എൻ്റെ അമ്മയും അച്ഛനും ഒളിച്ചോടിച്ചുകൊണ്ടുവന്നതിൻ്റെ പേരിൽ നിന്റെ അച്ഛൻ തീർത്താക്കാനാണ്. അതിനിടയിൽപ്പെട്ട് എൻ്റെ പ്രണയം ഞാൻ കുഴിച്ച് മൂടുകയായിരുന്നു. ആ ഒരു തുള്ളി കണ്ണുനീർ തുടച്ചുകൊണ്ട് തുടർന്നു. കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോഴും എല്ലാവരുടെയും മുന്നിലിട്ട് എന്നെ നാഗവലിയാക്കി നൃത്തം ചെയ്യിച്ചപ്പോഴും എനിക്ക് ദേഷ്യം തോന്നിയില്ലടി. നിന്നെ ആ കുറുമ്പെണ്ണിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നിന്നെ ആ രാഹുലിൻ്റെ കൂടെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയ ആ നിമിഷം ഞാൻ ഇത്രയും ക്രൂരനായത്. ഈ താലി നിന്റെ കഴുത്തിൽ വീണപ്പോൾ ഞാൻ അനുഭവിച്ച സമാധാനം അത് നിനക്കറിയില്ല. കാശി അവളുടെ മുഖം തൻ്റെ കൈക്കുള്ളിലാക്കി തീവ്രതയോടെ നോക്കി. ഞാൻ നിന്നെ വെറുക്കുകയല്ല അമ്മു, ഞാൻ നിന്നെ പ്രണയിക്കുകയാണ്. എൻ്റെ ഓരോ ശ്വാസത്തിലും നിന്റെ പേര് മാത്രമേ ഉള്ളൂ. ഈ കാണിക്കുന്ന കലിപ്പും ദേഷ്യമെല്ലാം നിന്നെ ഒന്ന് സ്പർശിക്കാനും എൻ്റെ അരികിൽ നിർത്താനും ഞാൻ കണ്ടെത്തിയ വഴികളാണ്. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ സ്നേഹം പുറത്തു കണ്ട നീ എന്നെ വീണ്ടും പരിഹസിച്ച് ദൂരെ കളയുന്ന പേടി. അവനവളുടെ നെറ്റിയിൽ ആഞ്ഞ് ചുംബിച്ചു. ആ ചുംബനത്തിൽ വർഷങ്ങളായുള്ള ദാഹവും നോവും പ്രണയവും ഒന്നിച്ചുണ്ടായിരുന്നു. നിന്നെ തോൽപ്പിക്കാനല്ല അമ്മു ഞാൻ വന്നത്. നിനക്ക് മുന്നിൽ തോറ്റു തരാനാണ് ഈ കാശിനാഥൻ കൊതിക്കുന്നത്. നീ എൻ്റെ ജീവനാണ് നന്ദനെ. ഈ ലോകത്ത് മറ്റാരെക്കാളും അധികം ഞാൻ നിന്നെ പ്രണയിക്കുന്നു. അമ്മുവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. താൻ കണ്ട പരുക്കനായ കാരനാഥൻ സ്നേഹത്തിൻ്റെ ഒരു മഹാസമുദ്രമാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. ആ നിമിഷം ആളവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വിങ്ങിപ്പൊട്ടി. കാശി അവളെ വരിഞ്ഞു മുറുകി ചേർത്ത് പിടിച്ചു. പുറത്ത് മഴ തോർന്നു തുടങ്ങിയിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ ഒരു പെരുമഴ പെയ്തിറങ്ങുകയായിരുന്നു. കാശിയുടെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരഞ്ഞു തീർത്തപ്പോൾ അമ്മുവിൻ്റെ ഉള്ളിലെ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി. പക്ഷെ അവരുടെ സന്തോഷത്തിന് മുമ്പിൽ വലിയൊരു മതിൽക്കെട്ടായി ഇപ്പോഴും കാശിയുടെ അച്ഛൻ്റെ പക നിൽപ്പുണ്ടായിരുന്നു. കാശിയേട്ടാ, നമുക്കിതിപ്പോൾ തന്നെ അവസാനിപ്പിക്കണം. അച്ഛൻ്റെ ഉള്ളിലെ വെറുപ്പ് മാറിയാലേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും. അമ്മ അവൻ്റെ കൈ പിടിച്ച് പറഞ്ഞു. കാശി കുറച്ചേരം ആലോചിച്ച് നിന്നു. പിന്നെ നിശ്ചയദാർഢ്യത്തോടെ തലയാട്ടി അവൻ താഴേക്ക് നടന്നു. ഉമ്മറത്ത് കരുണാകരമേനൻ ഇരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് കൈലാസവും പിന്നെ അപ്പച്ചിയും ശ്വേതയും. ആ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അമ്മുവിൻ്റെ ഉള്ളൊന്ന് പാളി. എങ്കിലും കാശിയുടെ കയ്യിലെ മുറുക്കം അവൾക്ക് ധൈര്യം നൽകി. അച്ഛാ, കാശി മുന്നോട്ട് ചെന്നു. ഈ പകയിനി തുടരുത് അച്ഛ. അമ്മയുടെ ജ്യേഷ്ഠനെ, അച്ഛൻ്റെ സ്വന്തം അളിയനെ ഇത്രയും കാലം അച്ഛൻ ശത്രുവായി കണ്ട എന്തിനാ? അമ്മ ഒളിച്ചോടി വന്നപ്പോൾ തൻ്റെ കുടുംബത്തിന് മാനം പോയ സങ്കടത്തിലാ മാമനെന്ന് പ്രതികരിച്ച്. അത് തൻ്റെ പെങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. കാശി, നീ മിണ്ടാണ്ടിരിക്കുക. ആ രവി എന്നെ അപമാനിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല, മേനോൻ ഗർജിച്ചു. ഇല്ല അച്ഛാ, പക്ഷെ അച്ഛൻ മറന്നുപോയൊരു സത്യമുണ്ട്, അമ്മ ഇടയിൽ കയറി പറഞ്ഞു. അവൾ കാശിയുടെ അമ്മ മാലതി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പഴയ ഡയറി അച്ഛന് നേരെ നീട്ടി. ഇത് വായിച്ചു നോക്കച്ഛ. അമ്മ മരിക്കുന്നവരെ തൻ്റെ ജ്യേഷ്ഠനോർത്ത് നേറിപ്പോവുകയായിരുന്നു. സ്വന്തം പെങ്ങളെ കാണാൻ വരാതിരുന്ന എൻ്റെ അച്ഛൻ ക്രൂരനാണെന്ന് അച്ഛൻ കരുതി. പക്ഷേ അച്ഛൻ അദ്ദേഹത്തെ ഈ വീണ്ടും പടിചവിട്ടാൻ അനുവദിക്കില്ലെന്ന് വാശി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നു. അമ്മയുടെ അന്ത്യകർമ്മങ്ങളിൽ പോലും അദ്ദേഹം പങ്കെടുക്കാതിരുന്ന് അച്ഛൻ തടഞ്ഞുകൊണ്ടല്ലേ? കരുണാകരമേനോൻ വിറക്കുന്ന കൈകളോടെ ആ ഡയറിയിലെ വരികൾ വായിച്ചു. എൻ്റെ ഏട്ടൻ എന്നെ വെറുക്കില്ല, അദ്ദേഹത്തിന് എന്നെ കാണാൻ കൊതിയുണ്ടാവും. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വാശിക്ക് മുമ്പിൽ അദ്ദേഹം തോറ്റുപോയിരിക്കുന്നു. ആ വരികൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കടുപ്പമേറിയ പകയെ ഉരുക്കിക്കളഞ്ഞു. താൻ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നെന്ന് കരുതിയെങ്കിലും അവളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെയാണ് താൻ തകർത്തതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഞാൻ ഒരുപാട് വൈകിപ്പോയോ മോളെ? അദ്ദേഹം ഒന്ന് തേങ്ങി. പെട്ടെന്നാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിന്ന്. അമ്മുവിൻ്റെ അച്ഛൻ രവി വണ്ടിയിൽ നിന്നിറങ്ങി. മകളെ കാണാൻ വന്ന അദ്ദേഹത്തെ കണ്ടതും കരുണാകരമേനോൻ പതുക്കെ പടികളിറങ്ങി ചെന്നു. വർഷങ്ങൾക്ക് ശേഷം ആ രണ്ടളിയന്മാർ പരസ്പരം നോക്കി. വാക്കുകളില്ലാതെ അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദശാബ്ദങ്ങൾ നീണ്ട കുടുംബപ്പക അവിടെ അലിഞ്ഞില്ലാതെയായി. അപ്പച്ചിയും കൈലാസും ശ്വേതയും ആ സന്തോഷം കണ്ട് വിങ്ങിപ്പൊട്ടി. കുടുംബങ്ങളൊന്നായതോടെ കാശിയുടെയും അമ്മുവിന്റെയും ജീവിതത്തിൽ പ്രണയത്തിന്റെ വസന്തം വിരിഞ്ഞു. അവർ മൂന്നാറിലെ തണുത്ത മലനിരകളിലേക്ക് യാത്ര തിരിച്ചു. മഞ്ഞു പുതച്ച മൂന്നാർ രാത്രി. റിസോർട്ടിലെ മുറിയിൽ മെഴുകുതിരി വെളിച്ചം മാത്രം. കാശി പതുക്കെ അമ്മുവിനെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. ഇനി നമ്മുടെ പ്രണയത്തിന് ആരുടെയും കണ്ണീരിന്റെ ഭാരമില്ല അമ്മു. കാശി അവളുടെ കാതിൽ മന്ത്രിച്ചു. കാശി അവളുടെ കഴുത്തിലെ താലിൽ പതുക്കെ ചുംബിച്ചു. കാശി പതുക്കെ അമ്മുവിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവന്റെ ശരീരത്തിന്റെ ചൂട് മൂന്നാറിലെ ആ തണുപ്പിൽ അവൾ ഉന്മാദയാക്കി. ഓരോ സ്പർശനത്തിലും ഓരോ ചുംബനത്തിലും
അവർ പരസ്പരം അറിയുകയായിരുന്നു. വർഷങ്ങളായി ഉള്ളിൽ കനലായി നിന്ന ആഗ്രഹം ആ നിമിഷം അഗ്നിയായി മാറി. ദാഹിച്ച രണ്ട് ആത്മാക്കൾ ഒരു ജലാശയത്തിൽ എന്ന പോലെ പരസ്പരം ലയിച്ച് ചേർന്നു. കാശിയുടെ ഓരോ നീക്കവും അവളിൽ പുതിയൊരു ലോകം തുറന്നു. വേദനയും പ്രണയവും ഒത്തുചേർന്ന ആ നിമിഷം അവൾ അയാളുടെ പുറത്ത് നഖങ്ങൾ ആഴ്ത്തി. പ്രണയത്തിന്റെ പരകോടിയിൽ ആ തണുത്ത മൂന്നാർ രാത്രിയിൽ അവർ പൂർണ്ണമായും ഒന്നായി തീർന്നു. ഒരുപാട് നേരത്തെ ആവേശത്തിന് ശേഷം അവർ വിയർപ്പ് തുള്ളികളുമായി പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നു. കാശി അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അമ്മു അവന്റെ നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ വിരലോടിച്ചുകൊണ്ട് ആ നെഞ്ചിടിപ്പ് കേട്ട് കിടന്നു. ഇനി നീ കാശിനാഥന്റെ മാത്രമാണ്, അവൻ മന്ത്രിച്ചു. അമ്മു പതുക്കെ ചിരിച്ചുകൊണ്ട് കാശിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പറ്റിപ്പിടിച്ച് കിടന്നു. പുറത്ത് മഞ്ഞ് വീണ്ടും പെയ്തുകൊണ്ടിരുന്നു. ആ പവിത്രമായ ബന്ധത്തിന്റെ സാക്ഷിയായി അവർ ജീവിക്കട്ടെ അല്ലേ, സന്തോഷത്തോടെ പ്രണയത്തോടെ. എന്താണ് കാശിനാഥനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്